ബ്രസീലിന്റെ അപ്രതീക്ഷിത തോൽവിയിൽ ആരാധകർ നിരാശയിലാണ്. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു മത്സരം അത് നടന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണെങ്കിലും ബ്രസീലിന്റെ ഈ റൗണ്ട് ഓഫ് 16 മത്സരം കാണാൻ ഈ ഞാനുള്ളത് തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലാണ്. ഇവിടേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആരാധകരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. ഈ മത്സരഫലത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? നെയ്മർ ഗോൾ അടിച്ച് അത് ഭയങ്കര സന്തോഷമാണ്. നെയ്മർ അടിച്ചോട്ട് സന്തോഷം, തോറ്റുപോയി എന്നാലും വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി പോയില്ലേ? കുഴപ്പമില്ല. നെയ്മർ നല്ലൊരു ഫെയർവെൽ ഇട്ട് ഒരു ഗോളെങ്കിൽ ഒരു ഗോൾ അത് അടിച്ചതുകൊണ്ട് ഹാപ്പിയാണ്. ടീമിന് എവിടെ പിഴച്ചു പോയത്? അങ്ങനെ വിലയിരുത്തലുണ്ടോ? അവരുടെ ഗോള് നല്ല സ്ട്രോങ് ആയിരുന്നു. പിന്നെ പോയി. ഇതാണ് കാരണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നെയ്മർ കളിക്കുന്ന ബ്രസീൽ ടീം ഇത്രയും നിർണായകമായ ഒരു മത്സരം കളിക്കുമ്പോൾ ഒരിക്കലും അടച്ചിട്ട മുറിയിൽ വീട്ടിലിരുന്ന് കളി കാണാൻ കഴിയില്ല എന്നതുള്ളതുകൊണ്ടാണ് ആരാധകർ ഇവിടേക്ക് ഒഴുകിയെത്തിയത്. പക്ഷേ അവർക്ക് നിരാശയാണ് സംബന്ധിച്ചത്. എന്താ ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല കളിയായിരുന്നു, നല്ല അടിപൊളി കളിയായിരുന്നു. ബ്രസീൽ തോറ്റുപോയി, ബ്രസീൽ ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ടുമാറോ വി വിൽ സീ. അതെ, അടിപൊളി കളിയായിരുന്നു നോർവേ. ഞാൻ ബ്രസീൽ ഫാൻസ്, അർജന്റീന ഫാൻസാണ് കൂടുതൽ. ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നല്ല ചാൻസ് കിട്ടി, 3-4 ചാൻസ് കിട്ടി. അതിൽ ആ ഓപ്പൺ ചാൻസ് ഒക്കെ അവർ മിസ്സായി കളഞ്ഞതാണ്. ആ പെനാൽറ്റി, നല്ല ഈസി പെനാൽറ്റി അടിച്ചു. ആ ചാൻസ് എവിടെ നഷ്ടപ്പെട്ടു? പെനാൽറ്റി നഷ്ടപ്പെട്ടതോടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നില്ല. പിന്നെ നെയ്മറിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളി മാറിയേനെ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഒരു നോർവേ ഫാൻസിന്റെ കേരള ഘടകം രൂപീകരിച്ച ചിലരിവിടെ ഉണ്ട്. ഇവരിങ്ങനെ വന്നിട്ട് ഈ അർജന്റീന ജേഴ്സി കെട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബ്രസീൽ ഒന്ന് തോക്കാനായിട്ട്. എന്താ ഈ സമയത്ത് പ്രതികരണം? നിങ്ങൾ അർജന്റീന ഫാൻസിനെ വില കുറച്ച് കാണുന്നതാണ് പ്രശ്നം. ഞങ്ങൾ ബ്രസീലിന്റെ കളി ജോഗോ ബൊനീറ്റയുടെ ആരാധകരാണ് ഞങ്ങൾ എപ്പോഴും ബ്രസീലിനെ വില കുറച്ച് കാണില്ല. ആൾക്കാർ കളി ഒരിക്കലുമില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു ഗോൾ അടിച്ചപ്പോൾ പോലും, നോർവേ ഗോൾ അടിച്ചപ്പോൾ പോലും ഞങ്ങളതിനെ ആഹ്ലാദിച്ചില്ല. ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പിൽ ബ്രസീൽ ഉണ്ടാവണം. 5 വർഷം ലോകകപ്പ് നേടിയ ടീം. ആ ബ്രസീൽ അവരുടെ കളി ജോഗോ ബൊനീറ്റ എന്നുള്ള കളി ലാവണ്യം എന്നാണ് പറയുക. ജോഗോ ബൊനീറ്റനെ കളി ലാവണ്യം എന്നാണ് ഫുട്ബോളിനെ പറയുക. അത് കാണുവാനാണ് എപ്പോഴും ഞങ്ങൾ റെഡി ആയിട്ടുള്ളത്. ഫാൻ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ബ്രസീലിനെ പോലത്തെ ടീം മിനിമം സെമിയെങ്കിലും എത്തിയിരുന്നെങ്കിലാണ് കൂടുതൽ ഇതിന് ഒരു എന്താ പറയുക ചാരുത ഉണ്ടാകുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇത്രയും നിർണായകമായ ഒരു മത്സരമാണ്. രാത്രി 1:30 മുതലേ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയ ആരാധകരാണ്. അവർക്ക് വീട്ടിലിരുന്ന് തിരിപ്പറയ്ക്കാത്തതുകൊണ്ടാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. പക്ഷേ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു മത്സരം നൽകാൻ ബ്രസീലിനായില്ല. ഏതായാലും ഇനിയിപ്പോൾ 2031 ലോകകപ്പിലേക്കുള്ള ഒരു മത്സരത്തെ കാത്ത് അന്ന് ഈ കപ്പടിക്കുമെന്ന പ്രതീക്ഷകൾ 2031 മാറ്റി ഈ പറയുന്ന ബ്രസീൽ ഫാൻസ് ഇവിടെ നിന്ന് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അവരുടെ വിഷമത്തിനും സങ്കടത്തിനും ഒപ്പം നമുക്ക് അവരുടെ പ്രതീക്ഷകളെ കൂടി 2031 നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ബ്രസീൽ ആരാധകരുടെ അങ്ങനെ 24 വർഷത്തെ കാത്തിരിപ്പ്, അത് കാത്തിരിപ്പായി തന്നെ തുടരും എന്ന സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഇതാ ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുന്നു. വലിയ ആവേശം ഇവിടെ കാണാൻ കഴിയുന്ന വലിയ ആവേശം അർജന്റീന പോലുള്ള ഫാൻസുകളുടേതാണ്. എന്താണ് പറയുന്നത്? ഒന്നും പറയാനില്ല. നമുക്കിതിൽ വല്ല അത്ഭുതമില്ല ഈ കളിയിൽ. കാരണം എന്താ വെച്ചാൽ ബ്രസീൽ ഇതുവരെ എത്തിയാൽ തന്നെ വലിയൊരു കിട്ടലായിട്ട് നമ്മൾ കണക്കാക്കണേ. കഴിഞ്ഞ ജപ്പാനായിട്ടുള്ള കളിയിൽ തന്നെ കണ്ടല്ലോ, ഇഞ്ചുറി ടൈം വരെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയി ആ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കിട്ടി. ഇന്ന് അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ടായില്ല. ഇപ്പൊ ലാസ്റ്റ് ഒരു സമാധാനം ഉള്ളതെന്ന് വെച്ചാൽ സുൽത്താന് ഒരു കപ്പ് പദ്ധതി എന്തായാലും ഈ ടീമിന് വെച്ച് നടക്കൂല. സുൽത്താൻ ഒരു ഗോൾ പദ്ധതിന്റെ ഭാഗമായിട്ട് ഒരു പെനാൽറ്റി കിട്ടി, അതൊരു ഗോളാക്കി എന്നുള്ള ഒരു ആശ്വാസം ഓൽക്കുണ്ട്. ഈ പ്രീ ക്വാർട്ടർ വരെ എത്തിയത് തന്നെ പോലെ വലിയൊരു കിട്ടലായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് മത്സരം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇപ്പൊ ബ്രസീൽ ഫാൻസ് ആരുണ്ടോ ഇവിടെ? എല്ലാവരും മത്സരം പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തേക്ക് പോയി. ഇക്ക എങ്ങനെ ഉണ്ടായിരുന്നു? അർജന്റീന ഈ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ആരാധകരെല്ലാം തന്നെ വളരെ നിരാശയിലാണ്. ഇവിടെ ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ടായിരുന്നു, അവരൊക്കെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അർജന്റീന ഫാൻ? അർജന്റീന ഫാനാണ്. നല്ല കളിയായിരുന്നു. നോർവേ നല്ല കളിച്ചു. നമ്മളിത് നോക്കിയാൽ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം, ഒരു 70% നോർവേ തന്നെയാണ് പന്ത് കൈവശം വെച്ചിട്ടുള്ളതും. പിന്നെ ഒരു പാസ്സൊക്കെ നോക്കിയാൽ ബ്രസീലിന്റെ ഇരട്ടിയോളം പാസ് ബ്രസീൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഗോൾ അറ്റംപ്റ്റ് ഒക്കെ തുല്യം തന്നെയാണ്. പക്ഷെ നോർവേന്റെ എടുത്തു പറയാനുള്ള ഗോൾ കീപ്പറുടെ ഹാലൻഡ് തന്നെ ഒരു പുതിയ താരത്തിന്റെ ഒരു ഉദയം. ഒരു സംശയവുമില്ല. കാരണം ഹാലൻഡിൽ നിന്ന് ഡിഫൻസിനെ കൊണ്ട് പൂട്ടിക്കും, ഗബ്രിയൽ ഉണ്ട്, മറ്റേ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവര് പറഞ്ഞതാ, ഒന്നും നടന്നില്ല. ഇന്ന് മൊത്തത്തിൽ എന്തായി, ഇവരാണ് പരാജയമായി. എന്തായാലും 24 വർഷത്തെ കാത്തിരിപ്പ്, അത് കാത്തിരിപ്പായി തന്നെ തുടരും.
എന്ന് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ബ്രസീൽ പുറത്താകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് രസകരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് ഈ മത്സരം പൂർത്തിയാകുന്നതിന് ഏതാണ്ട് 1 മിനിറ്റ് മുൻപ് ഈ ബ്രസീൽ ആരാധകരൊക്കെ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ വലിയ നിരാശയിലായി പോയി. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല, ഒരു ആവറേജ് ടീമായ നോർവേയുടെ ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നുള്ളതാണ് ആരാധകരൊക്കെ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.